കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഈ വിശുദ്ധ ദിവസം നിങ്ങളുടെ സഭയുടെ അങ്ങ് ഞങ്ങൾക്ക് തന്ന സഭയുടെ 205ാമത് വാർഷികം സമാധാനം കൊണ്ടാടുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും സ്ഥിരീകരണ സ്നാന ശുശ്രൂഷയ്ക്കായി വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കായി പ്രത്യേകമായി കൂടി വരുവാനും അങ്ങനെ ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രഭാതത്തിലെ ആരാധനയും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തപ്പെട്ട വചനപ്രഘോഷങ്ങളൊക്കെ ശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞ് വീണ്ടും അങ്ങയുടെ ആലയത്തിലെ ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കും. അങ്ങേ വീണ്ടും വീണ്ടും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് അടിയങ്ങളെ പ്രാപ്തരാക്കണം. ഞങ്ങളുടെ പാട്ടുകളും ഞങ്ങളുടെ സ്തുതികളും പ്രാർത്ഥനകളെല്ലാം അവിടത്തേക്ക് ഏറ്റവും പ്രസാദമുള്ള യാഗമായി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങ് പറഞ്ഞയക്കണം. ഞങ്ങളുടെ ദിവ്യമായ സാന്നിധ്യത്താൽ നിറയ്ക്കണം. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് സെൻറ് പോൾസ് CSI കുണ്ടറ ഈസ്റ്റ് സഭയുടെ 205ാമത് സഭാദിനത്തിൽ പ്രഭാത ആരാധനയ്ക്ക് ശേഷം വീണ്ടും ഒരു ആരാധനയ്ക്കായി കൂടി വരുവാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി കരേറ്റും. ഈ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ പറയുകയും ഇപ്രകാരമുള്ള ക്രമീകരണങ്ങളും ചെയ്ത പ്രിയപ്പെട്ട അച്ഛനോടും സഭയുടെ ചുമതലക്കാരായ കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, കപ്പ്യാരിച്ചൻ, സഭാമക്കൾ എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കും. ഇന്ന് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒന്നിലധികം ശുശ്രൂഷകളാണ് ഒരുമിച്ച് നടക്കുന്നത്. അതൊന്ന് സാധാരണ നമ്മുടെ വിശുദ്ധ ആരാധനയാണ്, വിശുദ്ധ സംസർഗ ശുശ്രൂഷയാണ്, സഭയുടെ വാർഷിക ആരാധനയാണ്. 2 സ്നാന ശുശ്രൂഷയാണ്. 3 സ്ഥിരീകരണ ശുശ്രൂഷയാണ്. അതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ ശുശ്രൂഷയിൽ ഉള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് രാവിലെ വന്നവർ എത്ര പേര് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല, രാവിലെ വരാത്തവർ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. എങ്കിലും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിങ്ങളിവിടെ ദൈവത്തിനെ കേൾക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും കൂടി വന്നിരുന്നു എന്ന് അറിയുന്നതിലും കാണുന്നതിലും അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല, ഇന്ന് ഉച്ച കഴിഞ്ഞ ആരാധനയിൽ നിങ്ങൾക്ക് മറ്റ് പലതരമായ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നായിരിക്കാം, കാര്യകാദികൾ ഉണ്ടായിരുന്നായിരിക്കാം. അതെല്ലാം മാറ്റിവെച്ച് ദൈവാരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചതിന് പ്രത്യേകിച്ച് നിങ്ങളെ അഭിനന്ദിക്കുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശുശ്രൂഷക പ്രിയപ്പെട്ട ദേവദാസി നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഇടപെട്ടക്കാരനെ അവരെല്ലാവരെയും പേരുപേരായി കുടുംബമായിട്ട് ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റും. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കാൻ ഗായക സംഘങ്ങൾ മനോഹരമായ പാട്ടുകൾ പാടുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റും. സ്ഥിരീകരണം എന്നുള്ളത് വാസ്തവം പറഞ്ഞാൽ ഒരു സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണെന്നാണ് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുള്ളത്. കാരണം സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഒരു ദൈവവേദൽ എങ്ങനെ ജീവിക്കണം സമൂഹത്തിൽ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ അടിസ്ഥാന തത്വങ്ങളും എല്ലാം തത്വങ്ങളായിട്ടും അല്ലെങ്കിൽ പ്രിൻസിപ്പിളായിട്ടും ഡീറ്റെയിലായിട്ടും വിശദമായിട്ടും പഠിക്കാനുള്ള ഒരേ ഒരു അവസരം ഏതാണ്? സ്ഥിരീകരണ ക്ലാസ്സാണ്, കൺഫർമേഷൻ ക്ലാസ്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ കൺഫർമേഷൻ കഴിയുമ്പോൾ നിങ്ങൾ ആരണ്ടൊക്കെയായി ഏതാണ്ടൊക്കെയായി എന്നാണ് നമ്മുടെ തന്നെ ധാരണ. അതെ, അവരുടെ ധാരണ അതെ, പുറത്തുള്ളവരും അങ്ങനെയാണ് ധരിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു പോയാൽ അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് എങ്ങനെ നിങ്ങൾ പ്രതികരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്കറിയണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും ഞാൻ ചില ചോദ്യങ്ങൾ പ്രസംഗത്തിനോട് കൂടെ എന്ത് ചെയ്തത് ചോദിക്കുന്നത് എന്ന് ഓർപ്പിക്കട്ടെ. പ്രായമുള്ളവരെ പ്രത്യേകിച്ച് ആ കാര്യത്തിലൊന്ന് ക്ഷമിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് എൻ്റെ മുമ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ആര് തന്നെയാണ്? ഇന്ന് അച്ഛൻ പേര് വായിച്ചാൽ എണ്ണിയത് ശരിയാണ് 15 പേരാണ്. എത്ര പേരാച്ചാൽ? 15 പേരാണ് ഇന്ന് സ്ഥിരീകരണത്തിലാണുള്ളത്. പ്രായം കുറഞ്ഞവരുണ്ട്, ആ കൂട്ടത്തിൽ പ്രായമുള്ളവരുണ്ട്. എന്നിരുന്നാലും അവരാണ് എൻ്റെ മുമ്പിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ആളുകൾ. എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്നോടാണ് പറയാനുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നിങ്ങൾ എന്തുമാത്രം ഇത്രയും നാൾ പഠിച്ചിട്ട് എന്ത് പഠിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ആര് പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് വിഷയമൊന്നുമല്ല. അവർ പഠിപ്പിച്ചപ്പോൾ എന്ത് നിങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. വളരെ രസകരമായ ഒരു വിശദീകരണം നമ്മൾ
അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമുണ്ട്. അവിടെ എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണൻ, വളരെ പ്രധാനപ്പെട്ട രാജ്ഞിയുടെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് തിരികെ പോവുകയായിരുന്നു. തിരികെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവരുടെ ബൈബിൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ഈ തേരിലിരുന്ന് അങ്ങോട്ട് പോയ വഴിക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ വായിച്ചുകൊണ്ട് നമ്മൾ മൊബൈലൊക്കെ നോക്കുന്ന പോലെ എന്ത് ചെയ്തു? അദ്ദേഹം മൊബൈലൊന്നും അല്ല നോക്കിയത്, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ തേരിലിരുന്ന് വായിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഞ്ചാര വാഹനത്തിലിരുന്ന് വായിക്കുകയായിരുന്നു. വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പീലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യനോട് പറഞ്ഞു, പീലിപ്പോസേ, നീ വേഗം എന്ത് ചെയ്യണം? ഷണ്ണൻ വായിക്കുന്ന തേരിനോട് ചേർന്ന് നടക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഷണ്ണൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തു? പീലിപ്പോസ് ചെന്നു. പീലിപ്പോസ് ചെന്നപ്പോൾ ഈ ഷണ്ണൻ ഇത് വായിക്കുന്നത് കേട്ടു. നമ്മൾ വായിക്കുന്ന മൗനമായിട്ടല്ല ഷണ്ണൻ വായിച്ച് എന്നതിൻ്റെ അർത്ഥം. അദ്ദേഹം ചെറിയ ശബ്ദത്തിലാണ് എന്ത് ചെയ്ത് വായിച്ചത്. ചെറിയ ശബ്ദത്തിൽ വായിക്കുമ്പോൾ അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നു എന്നുള്ളതാണ്. അത് വായിക്കുമ്പോൾ അത് കണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിൽ ആ കാര്യങ്ങൾ കയറുന്നു. പിന്നെ ശബ്ദത്തിൽ വായിക്കുമ്പോൾ ആ ശബ്ദം നമ്മുടെ കാതിൽ കൂടെ കയറി എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ശബ്ദത്തിൽ വായിക്കുന്നത് ഡബിൾ എഫക്റ്റ് ചെയ്യും എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അപ്പം നിങ്ങൾ തന്നെ ഉള്ളെങ്കിൽ ഇത് ചെയ്തോളുക, വേദോസമൊക്കെ ചെറിയ ശബ്ദത്തിൽ ശ്രദ്ധയോടെ വായിച്ചോളുക. 2 എഫക്റ്റ് കിട്ടും. ഒന്ന്, കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള ആ ഒരു അറിവും, പിന്നെ നമ്മൾ തന്നെ വായിക്കുന്ന ശബ്ദം നമ്മുടെ തന്നെ ചെവിയിൽ കൂടെ കേട്ട് വരുന്ന ഒരു അറിവും. അങ്ങനെ ഷണ്ണൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ച ഭാഗം ഇതായിരുന്നു: അർപ്പാനുള്ള ആടിനെ പോലെ അവൻ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പീലിപ്പോസ് ചോദിച്ചു, അല്ലയോ അടുത്ത പറയുന്നത്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഷണ്ണനോട് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, അത്രയും വലിയ ഒരു അധികാരമുള്ള ഒരാളാണ് തേരിലിരിക്കുന്നത്. എങ്കിലും പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ട് പോയതുകൊണ്ട് പീലിപ്പോസ് ചോദിച്ചു, അല്ലയോ അങ്ങ് വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. വളരെ സത്യസന്ധനായ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് വായിച്ചിട്ട് എനിക്കൊന്നുമേ മനസ്സിലാകുന്നില്ല. ഒരുത്തൻ പൊരുൾ തിരിച്ച് തരുവാണെങ്കിൽ, അർത്ഥം വ്യാഖ്യാനിച്ച് തരുവാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്കത് മനസ്സിലാകും. ഈ പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്, അതോ വേറെ ആരെങ്കിലെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ സംഭാഷണത്തിൽ ഷണ്ണനൊരു കാര്യം മനസ്സിലായി. ഈ കൂടെ നടന്ന് ചോദിക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിവുള്ള ആളാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കയറി എൻ്റെ കൂടെ തേരിൽ ഇരിക്കുക എന്ന് പറഞ്ഞു. പീലിപ്പോസ് എന്ത് ചെയ്തു? തേരിൽ കയറിയിരുന്നു. ആ വായിച്ച വേദഭാഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തു? അതൊരു പ്രവചനമായിരുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമായിരുന്നു. അത് പറഞ്ഞു കൊടുത്തു. യേശുവാണ് ആ പറഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞാട് എന്ന് പറയുന്നത്. രോമം കത്തിരിക്കുന്നവരുടെ അടുത്ത് മിണ്ടാതിരുന്ന കുഞ്ഞാട് എന്ന് പറയുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ ക്രൂശിച്ച, ഏതാനും നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ക്രൂശിച്ച ആ യേശുവാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഷണ്ണൻ അത് വിശ്വസിച്ചു. ആ വ്യാഖ്യാനം കേട്ടപ്പോൾ അതവനിൽ വിശ്വാസമായിട്ട് പരിണമിച്ചു. വിശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കുഞ്ഞാട് കാൽവറിയിൽ യാഗമായി തീർന്ന, എനിക്ക് വേണ്ടി യാഗമായി തീർന്ന, എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് തീർന്ന യേശുക്രിസ്തുവാണ്, അവൻ ദൈവപുത്രനായിരുന്നു എന്ന് കേട്ടപ്പോൾ ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. വെള്ളമുള്ള സ്ഥലമായതിന് ഇത് വെള്ളം ഇതേ കിടക്കുന്നു അല്ലേ, എനിക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അവിടെ പീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. ഷണ്ണന് ഭയങ്കരമായ സന്തോഷമുണ്ടായി. പിന്നെ പീലിപ്പോസിനെ ഷണ്ണൻ കണ്ടില്ല. ഷണ്ണൻ എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടെ പോയി എന്ന് രേഖപ്പെടുത്തി. ഞാനത് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതിന് കാരണം, നമ്മൾ CSAക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇങ്ങനെ വായിച്ചങ്ങ് വിടത്തേ ഉള്ളൂ, ഇരുന്നങ്ങ് കേൾക്കത്തേ ഉള്ളൂ അല്ലേ. വേറെ ഒന്നും എന്ത് ചെയ്യാറില്ല, നമ്മൾ ചെയ്യാറില്ല. കുണ്ടറ ഈസ്റ്റ് പള്ളിക്കാരെ കുറിച്ച്, സെൻറ്റ് പോൾസുകാരെ കുറിച്ച് അല്ലോട്ട് പറഞ്ഞ്, സാധാരണ CSAക്കാരെ കുറിച്ച് പറഞ്ഞു. അവരിരുന്നങ്ങ് കേൾക്കും, വായിച്ചങ്ങ് വിടും അല്ലേ, ഇത്രേ ഉള്ളൂ. ഇത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഒരു ചോദ്യം നമുക്കില്ല. ഗ്രഹിക്കണമെന്ന് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും നമുക്കില്ലതാണ് അല്ലേ. അതുകൊണ്ട് നമ്മളങ്ങനെ വിളിച്ചു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ദൈവദിനത്തെക്കുറിച്ചും ദൈവാലയത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് അത്രമാത്രമുള്ള ഒരു പരിമിതമായ അറിവും ജ്ഞാനമൊക്കെ ഉള്ളൂ എന്ന് സമ്മതിക്കേണ്ടി വരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പം അതുകൊണ്ട് സ്ഥിരീകരണമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലേ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, ഇച്ചിരി പ്രായമുള്ളവരും
കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങൾ ഉത്തരം പറയണം. സ്ഥിരീകരിക്കപ്പെടാനുള്ള കുഞ്ഞുങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത്. തെറ്റാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല, ശരിയാക്കി ഉത്തരം പറഞ്ഞു തരുന്നതാണ് എന്ന പ്രത്യേകം ഓർപ്പിക്കട്ടെ. വേറെ കൂട്ടത്തിൽ ഒരു കച്ചുണ്ട്, അവരെല്ലാം സ്ഥിരീകരണക്കാരുടെ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടെയാണ്. ഒരു വാക്യം ഞാൻ ഈ സമയത്ത് വായിക്കട്ടെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ, 5ഉം 6ഉം വാക്യങ്ങളാണ്. 5ഉം 6ഉം 7ഉം വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5, 6, 7 എന്നീ വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അത് നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങോട്ട് ഭാഗ്യവും പദവിയും തന്ന മഹാസ്നേഹത്തിനായി നമ്മുടെ സ്തോത്രം ചെയ്യും. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വചനം ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ എഴുതിച്ചു തന്നിരിക്കുന്നതിനായി സ്തോത്രം. അത് വായിപ്പാനുള്ള അക്ഷരാഭ്യാസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അറിവ് തന്നതിനായി സ്തോത്രം. അത് വായിച്ച് ഗ്രഹിച്ച് അതിപ്രകാരം ജീവിപ്പാൻ അങ്ങോട്ട് സഹായിക്കും. അത് ഞങ്ങളുടെ സ്വന്തം പരിശ്രമമുള്ള സാധ്യമല്ല എന്ന വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അതിന് സഹായിക്കും. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് എഴുതും എന്നൊക്കെയും അങ്ങയുടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് സ്ഥിരീകരിക്കപ്പെടുവാനുള്ള കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവരിന്ന് പ്രത്യേകമായ അങ്ങയുടെ സ്ഥലയിൽ പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ദിവസമാകുന്നവരോ അവരെ അനുഗ്രഹിക്കണം കർത്താവ്. ഞങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവ്. മഹത്വം അങ്ങ് മാത്രം എടുക്കണം. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. കുട്ടികളോടാണ് ചോദ്യം. ഇപ്പം ഞാൻ വായിച്ച ആ ഭാഗം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ, അതെന്തിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്? എന്ത് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം മനസ്സിലായി? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. കുട്ടികളാണ്, പ്രായമുള്ളവർക്ക് ശ്രദ്ധിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഓക്കെ. എന്ത് പറഞ്ഞിട്ടാണ് അത് ദൈവം പിന്നെയും പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം എന്ത് ചെയ്യണം? അതേക്കുറിച്ച് സംസാരിക്കുകയാണ്. അതെന്ത് കാര്യത്തിന് ശേഷമാണ്, എന്ത് പ്രധാനപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഉറക്കെ പറഞ്ഞു. ഇച്ചിരി ഉറക്കെ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. ഇത്തിരി അകലമാകും നമ്മളൊന്നും. ഓക്കെ. തെറ്റാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? ശരിയാണെങ്കിലും ഒട്ടും കുഴപ്പമില്ല. മിടുക്കി പ്രായം പിള്ളേരായിട്ട് കൂട്ടുനിക്കൊണ്ടാണ് പറയുന്നത്. വേറെ ഒന്നും ആരും വിചാരിച്ചത്. 10 കൽപ്പനകൾ എന്ന് നാം പറഞ്ഞ് പഠിക്കുന്നതായ ഇസ്രായേൽ മക്കൾക്ക് ദൈവം അനുസരിപ്പാനായിട്ട് പറഞ്ഞു കൊടുത്ത അതിശ്രേഷ്ഠമായ ന്യായപ്രമാണങ്ങളിൽ കല്ലിൽ എഴുതി കൊടുത്ത 10 കൽപ്പനകൾ അതിനുശേഷം ദൈവം മോശയോട് പറയുന്ന, മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് പറയുന്ന കാര്യമാണ് എന്ത്? ഇന്ന് ഞാൻ നിങ്ങളോട് ഈ പറയുന്ന വചനങ്ങൾ എന്ത് ചെയ്യണം? അത് നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കണം. നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. പിന്നെ നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ പറഞ്ഞത്? അല്ല, 4-ാം വാക്യം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, നിന്റെ ദൈവമായ യഹോവ. യഹോവയാകുന്ന ദൈവത്തെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ?
ആരാധിക്കാവുള്ളൂ, അവൻ മാത്രമാണ് ദൈവം, അവനാണ് ഏകദൈവം, അവനാണ് സകലവും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ്റെ കൽപ്പനകളാണ്, അവനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കൽപ്പനകൾ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരെ ശക്തമായിട്ട് പറയാം. ശക്തം എന്ന് പറയാൻ ഞാൻ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് മാറി നീക്കാൻ പറ്റത്തില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് ചെയ്യണം, അത് നിന്റെ ഹൃദയത്തിലിരിക്കണം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. അപൂർണമായെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം പൂർണ്ണമാണ്. പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ഹൃദയം, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി. പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അവനെ മാത്രമേ എന്ത് ചെയ്യാൻ സ്നേഹിക്കാവൂ. പിന്നെ അവനെ സ്നേഹിക്കുന്നവർക്ക് അനുസരിച്ച് നടപ്പാനുള്ള കൽപ്പനകളാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്, തൊട്ട് മുമ്പ് പറഞ്ഞത് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ശക്തമായിട്ട് ഈ കൽപ്പനയെക്കുറിച്ച് പറയാൻ കാരണം? ഒരുപക്ഷെ വേദോസ്തോക്കെ വായിക്കുന്ന നിങ്ങൾക്ക് പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും അറിയാമായിരിക്കും. പല സമയത്തും ഇസ്രായേൽ മക്കളുടെ രാജാക്കന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ജനത്തെ ആകമാനമായിട്ട് പറയുമ്പോഴും അവിടെ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ, അവൻ്റെ പിതാവായ ദൈവത്തിൻ്റെ, അവൻ്റെ ദൈവമായ യഹോവയാകുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നു. യഹോവയുടെ വചനങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടന്നു. ശൗൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായിട്ടും പ്രമാണിച്ചില്ല. ഏലി പുരോഹിതന്റെ മക്കൾ അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടന്നില്ല. അതിൻ്റെ ഒരു അളവുകോല് എപ്പോഴും ഏതാണ്? ഈ ദൈവത്തിൻ്റെ പ്രമാണമാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചോ ഇല്ലയോ എന്ന് ഉള്ള അടിസ്ഥാനത്തിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ദൈവമക്കളെ വിലയിരുത്തുന്നത്. ഇസ്രായേൽ മക്കളെ ദൈവം വിലയിരുത്തുന്നത് എപ്പോഴും എങ്ങനെയാണ്? ദൈവം കൊടുത്ത പ്രമാണങ്ങൾ അവരനുസരിച്ചോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകമായി പറയുന്നുണ്ട്, ആ ദൈവത്തെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആരാധിക്കാവുള്ളൂ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഈ ഭൂമിയിൽ ഈ ഒരു ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നുള്ളൂ ഉള്ളോ? പറഞ്ഞേ കുട്ടികൾ, പറഞ്ഞേ. നിങ്ങളുടെ ചുറ്റുപാട് നമ്മുടെ കുണ്ട്ര ഈസ്റ്റിൽ നോക്കിയാൽ ആൾക്കാർ ഏതെല്ലാം ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്? തിരുമേനി, അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ഇവിടെ വന്ന് കർത്താവിനെ ആരാധിക്കുന്നു പോകുന്നത്, വേറെ ദൈവങ്ങളെ ആരെങ്കിലും ആരാധിക്കുക, ഞങ്ങൾക്ക് അത് പ്രശ്നമേ അല്ല അല്ലേ? എന്നാലും ആൾക്കാർ ആരാധനയ്ക്കാണ്ടി എവിടെയെല്ലാം പോകുന്നതനുസരിച്ചിരിക്കും അവരുടെ ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ രൂപഭാവം അല്ല. CSI സെൻറ്റ് പോൾ ചർച്ച് വരുന്നവർ ആരെ ആരാധിക്കുന്നതെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കും. അവർ ക്രിസ്ത്യാനികളാണ്, യേശുവിനെ ആരാധിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കും അല്ലേ? നമ്മൾ ആരാധിച്ചാലും ഇല്ലെങ്കിലും അല്ലേ? നമ്മൾ ഞായറാഴ്ച ദിവസം ഇവിടെ വന്നു എന്ത് ചെയ്യുന്നു, ഈ വലിയ ഗേറ്റൊക്കെ കിടന്നിങ്ങോട്ട് കയറുമ്പോൾ ആൾക്കാരുടെ വിചാരം നമ്മൾ ആരെ ആരാധിക്കുന്നു എന്നാണ്. അവർ ക്രിസ്ത്യാനികളാണ്, യേശുവിനെ ആരാധിക്കുന്ന ആൾക്കാരാണ്. ചുരുക്കം പറഞ്ഞാൽ അവർ ഏകദൈവ ആരാധികളാണെന്ന് പറയും അല്ലേ? ഓക്കെ. വേറൊരു ആൾ നമ്മളതിനെ പോകുമ്പം അവർ മറ്റൊരു ആരാധന സ്ഥലത്തിലേക്ക് പോകാം, അവിടെ പള്ളിയൊന്നുമില്ല. അങ്ങനെയുള്ളിടത്ത് പോകുമ്പോൾ എങ്ങനെ ഇരിക്കും? അവർ നമ്മൾ അത് പറയും, ഇന്ന ആരാധനയ്ക്ക് പോകുന്നവരാണ് ഇവർ, ഇന്ന ആരാധനയ്ക്ക് പോകുന്നവരാണെന്ന് പറയും. അങ്ങനെ ഏതെങ്കിലും ആരാധനയ്ക്ക് പോകുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും. ഒരു ആരാധനയ്ക്ക് പോകാത്ത ആൾക്കാരും ഈ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മതമില്ലാത്ത ആൾക്കാരെന്നുള്ള രീതിയിൽ ധാരാളം ആൾക്കാർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓക്കെ. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് ഇത്ര ശക്തമായി എന്ത് ചെയ്തത്, ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ, ഇങ്ങനെ മാത്രമേ, ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവൂന്ന് ശക്തമായിട്ട് പറയാൻ കാരണം എന്തായിരിക്കും? നമ്മൾ അറിഞ്ഞിരിക്കണം, ഇസ്രായേലാണ് ലോകത്ത് ഏകദൈവ വിശ്വാസമുള്ള ഒരേ ഒരു, അന്നത്തെ ആ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഒരേ ഒരു ജാതി, ഒരേ ഒരു വർഗം എന്ന് പറയുന്ന ആരേ ഉള്ളൂ? ഇസ്രായേൽ മാത്രമുള്ള. ആ ഇസ്രായേലാണ് ഏകദൈവ വിശ്വാസമുള്ള ഒരു കൂട്ടം ആളുകൾ. മാത്രമല്ല, സ്വന്തമായിട്ട് ദൈവ ആരാധനയ്ക്ക് വേണ്ടി ആരാധനക്രമമുള്ള, ന്യായപ്രമാണമുള്ള, ചിട്ടപ്പെടുത്തിയ ലിഖിത രൂപത്തിലുള്ള ഭരണഘടനയുള്ള ഒരേ ഒരു ജാതി, ഒരേ ഒരു വർഗം ആരാണ്? ഇസ്രായേലാണ്.
ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്ത് ചെയ്തിരിക്കുന്നു? വളരെ കൃത്യമായിട്ട് എൻ്റെ അത് രേഖപ്പെടുത്തിയിരിക്കുക. ചുമ്മാ കയ്യും വീശി എന്ത് ചെയ്യത്തില്ല, ദൈവത്തിൻ്റെ അടുത്ത് വരത്തില്ല. ഈ ദൈവം ആരാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെയാണ് വരേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ശക്തമായിട്ട് പറയാൻ കാരണം? കൽപ്പന, കുഞ്ഞുങ്ങളെ, കൽപ്പന എത്രയാ ഉള്ളത്? എത്ര കൽപ്പനയുണ്ട്? 10 കൽപ്പന. ഒന്നാമത്തെ കൽപ്പന ഏതാ? ഉറക്കെ പറയണേ, അല്ലെങ്കിൽ സമയം ഒത്തിരി പോകും കേട്ടോ. ഒന്നാമതൊരു 3-4 മണിക്കൂർ, 4-4.5 മണിക്കൂർ പോകുന്ന ഒരു ആരാധനയാണ്. സ്നാനം കൂടെ ഉണ്ടപ്പോൾ അത് 1.5 മണിക്കൂർ പിന്നെയും പോകുന്നു കൂട്ടിക്കും കേട്ടോ. അതാണ് കാര്യം. യഹോവയാകുന്ന ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകും. അതാണ് പ്രമാണം. വേറെ ഒരിടത്തും ആരാധനയ്ക്ക് പോകരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അത് ഒന്നാമത്തെ കൽപ്പനയായിട്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത് ഇസ്രായേൽ മക്കളെ, അല്ലേ? അതുകൊണ്ട് എടുത്തെടുത്ത് പറയുകയാണ്, ഈ എന്നെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ആരാധിക്കും. മറ്റു ഒരു ദൈവങ്ങളെ ആരാധിക്കരുത്. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് ചില കൽപ്പനകൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിച്ച് തരികയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അത് എപ്പോഴും നിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ഇരിക്കണം. കൽപ്പനകൾ എവിടെ ഇരിക്കണം? കൽപ്പനകൾ ഹൃദയത്തിൽ ഇരിക്കണം, അല്ലെങ്കിൽ കൽപ്പനകൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കണം, അല്ലെങ്കിൽ കൽപ്പനകൾ നമ്മുടെ മനസ്സിൽ ഇരിക്കണം. പിന്നെ അത് എപ്പോഴെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യണം? നീ ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം? അല്ല, എന്ത് ചെയ്യണം? അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നീ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. നിങ്ങൾ ഇതിലെ വഴി നടക്കുമ്പോൾ പറയാം, ഞാനല്ലാതെ എന്നെ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത്, അപ്പനമ്മയെ ബഹുമാനിക്കുക, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി ആയിരിക്കുമോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഇത് പറയണോ? ഫിലിപ്പോസ് ചോദിച്ച പോലെ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ വായിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി? ഈ കൽപ്പന വഴി നടക്കുമ്പോൾ എല്ലാ സമയത്തും എന്ത് ചെയ്യണം? അത് നിന്റെ അതിൽ കൂടെ വേണം പോകാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അങ്ങനെ പോകാൻ പറ്റും, അല്ലേ? എന്തായിരിക്കും അർത്ഥം? അതിന് അടിസ്ഥാനപ്പെട്ടായിരിക്കണം നിന്റെ ജീവിതം. അതാണ് അതിൻ്റെ സാരം. ഈ കൽപ്പനകൾക്ക് അടിസ്ഥാനപ്പെട്ടായിരിക്കണം നിന്റെ ജീവിതം. ജീവിതത്തിൽ ഏതൊരവസരത്തിലും നീ കിടക്കുമ്പോഴാകട്ടെ, എഴുന്നേൽക്കുമ്പോഴാകട്ടെ, വഴി നടക്കുമ്പോഴാകട്ടെ, ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോഴാകട്ടെ, മറ്റുള്ളവർ സംസാരിക്കുമ്പോഴാകട്ടെ, മറ്റ് ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഏത് സമയത്താണേലും ഈ കൽപ്പനകൾ ഈ കൽപ്പനകളിൽ നിന്നായിരിക്കണം നിന്റെ ജീവിത പ്രവർത്തനങ്ങൾ. നിന്റെ ചിന്തകൾ എപ്പോഴും ഏതിനെ ബേസ് ചെയ്തിരിക്കണം? ദൈവകൽപ്പനയെ ബന്ധപ്പെട്ട് ഇരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഓക്കെ. മറ്റൊരു സംഗതിയുണ്ട്. ഇവരുടെ ചുറ്റുപാടും വേറെ ആൾക്കാർ ഇങ്ങനെ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ യഹോവയെ ആരാധിക്കാൻ മറ്റാൾക്കാർ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും, അല്ലേ? ധാരാളം ചുറ്റുപാടുമുണ്ടായിരുന്ന ജാതികളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവരെ എല്ലാവരും അവരവരുടെ ദൈവത്തിലാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? അവയൊന്നും നോക്കരുത്. എന്ത് ചെയ്യണം? ഞാനാണെന്ന് എൻ്റെ ദൈവം, എന്നെ മാത്രമേ ആരാധിക്കൂ. ചുറ്റുപാടുള്ള യാതൊരു ദൈവങ്ങളെയും എന്ത് ചെയ്യരുത്? ആരാധിക്കരുത്. അതിനുള്ള പ്രേരണ നിനക്ക് വന്നേക്കാം, അതിനുള്ള സാഹചര്യം വന്നേക്കാം. അതുകൊണ്ട് അത് നിനക്ക് സ്വാധീനം ചെലുത്താതെ വണ്ണം എന്ത് ചെയ്യണം? നീ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ആയിരിക്കും. അതാണ് എൻ്റെ സാരം. മക്കളെ, ചോദ്യം ഇതാണ്: കൽപ്പനകൾ എത്രയുണ്ട്? 10 ഈ കൽപ്പന എവിടെയാ ദൈവം എഴുതി കൊടുത്തത്? കൽപ്പന എവിടെയാണ് ദൈവം എഴുതി കൊടുത്തത്? ബുക്കേലാണോ, പേപ്പറിലാണോ, അതോ ചുരുളയിലാണോ? എവിടെയാ? കൽപ്പലകളിൽ, കല്ലിൽ, അല്ലേ? കല്ലിൽ എഴുതി കൊടുക്കും. ഓക്കെ. കല്ലിൽ എന്തിനാണ് എഴുതുന്നത്? നമുക്കറിയാം, നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാസേജിൻ്റെ ഫ്രണ്ടിലാണെന്ന് എനിക്ക് വന്നു. അവിടെ കല്ലിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചില എഴുതിയിട്ടുണ്ട്. ഇന്ന മാസം ഇത്ര തീയതി ഇന്ന ബിഷപ്പ് പോകുന്നത് സ്ഥാപിച്ചു, കല്ലിട്ടു, പ്രതിഷ്ഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയത്തില്ല. എന്തിനാ കല്ലിൽ എഴുതുന്നത്? എന്തിനായിരിക്കും?
നമുക്ക് ഇപ്പോൾ ഉള്ളവർക്കറിയാം. ഒരു 100 വർഷം കഴിഞ്ഞ് വരുന്നവർക്ക് എന്ത് ചെയ്യണം? അത് നമ്മളാരും കാണത്തില്ല. അവർക്കും അവർ ഓർത്തോളം എന്ത്, ഇത് ഇന്നേക്ക് 100 വർഷം മുമ്പ് ഇന്ന ആള് കല്ലിട്ടതാണ്, ഇന്ന ആളെ പ്രതിഷ്ഠിച്ചതാണ്, ഇന്ന ആൾക്കാർ കൈക്കാരന്മാരായിരുന്നു എന്ന് അവർക്കറിയാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ എല്ലാ തലമുറകൾക്കും മാഞ്ഞു പോകാതെ അവരെല്ലാവരും ഒരുപോലെ അനുസരിക്കാൻ വേണ്ടിയാണ് കല്ലിൽ എഴുതിയിട്ടിരിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവം. ഏറ്റവും പ്രധാനപ്പെട്ടതായതാണ് കല്ലിൽ എഴുതിക്കൊടുത്തത്. എത്ര പേജ് ഉണ്ടായിരുന്നു? എത്ര പേജിൽ? അയ്യോ, അത് നിങ്ങളോട് അച്ഛനൊന്നും പഠിപ്പിച്ചില്ലല്ലോ. എത്ര പേജ്? എത്ര പേജിൽ എഴുതിക്കെടുത്ത്? തിരുമേനി ഒന്നാമത് 4 മണി കഴിഞ്ഞു. എന്തെങ്കിലും ഞങ്ങൾക്ക് കടിച്ച കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിടിയും ചെയ്തോളാം, വീട്ടിൽ പൊക്കോളാം. എത്ര കൽപ്പലക ഉണ്ടായിരുന്നു? വളരെ കുഞ്ഞു പിള്ളേരൊക്കെ പറയേണ്ട ഉത്തരം പറയാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾ വലിയ പിള്ളേരോട് എന്ത് ഞാൻ ചോദിക്കുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരാണെങ്കിൽ നാണിപ്പിക്കും നിങ്ങളെ. ഓക്കെ, എത്ര കല്ലുണ്ടായിരുന്നു? എത്ര കൽപ്പലക? പുസ്തകത്തിൽ തപ്പണ്ട. ഇവിടെ പാഠം വായിച്ച് ആരെങ്കിലും കേട്ടതോ, വീട്ടിൽ അപ്പച്ചന്മാർ വായിക്കുന്നത് കേട്ടതോ, വഴി ആരെങ്കിലും പ്രസംഗിച്ചുകൊണ്ട് പോയതോ നമ്മൾ വായിക്കത്തില്ലല്ലോ. നല്ല ജനങ്ങൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആർക്ക് വേണേലും പറയാം കേട്ടോ. പ്രായമുള്ളവർക്കും പറയാം, വയറുകാർക്കും പറയാം. എത്ര കൽപ്പലക ഉണ്ടായിരുന്നു? ഒരാൾ പറയുന്നത് 1 കൽപ്പലക ഉണ്ടാകും. വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാം. പറഞ്ഞോ, 1 കൽപ്പലക. ഓക്കെ, 2 പേരായി. ഇനി വേറെ എത്ര ഉണ്ടോ? നമ്മുടെ സഭ തുടങ്ങിയിട്ട് എത്ര വർഷമായി? കേട്ടില്ല? 25? 205 വർഷം പാരമ്പര്യവും കഴിഞ്ഞ്, ഒരു പാരമ്പര്യവും കഴിഞ്ഞു, 3-4 പാരമ്പര്യം കഴിഞ്ഞ് നിൽക്കുന്ന, അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ. പാരമ്പര്യത്തിൻ്റെ അങ്ങപ്പുറത്തുള്ള ക്രിസ്ത്യാനികളാണ്. 205 വർഷം കൊണ്ട് നമ്മളിതെല്ലാം അരച്ച് കലയ്ക്ക് വെള്ളം പോലെ പറയേണ്ടതാണ്, അല്ലേ? 2 കൽപ്പലക. എത്രയാ? 2 കൽപ്പലക. ഇടയ്ക്കിടയ്ക്ക് എന്ന് വായിച്ചു നോക്കണം. ഈ കൽപ്പന 10 കൽപ്പന എത്ര കൽപ്പനയിലാണ് എഴുതിയത്? 2 കൽപ്പനകളിൽ. അതിന് അകവും പുറവും എഴുത്തുണ്ടായിരുന്നു. അപ്പൊ എത്ര പേജ് ഉണ്ടായിരുന്നു എഴുത്ത്? 4 പേജ്. കണ്ടോ? ഇത് വെറുതെ കണക്കൂട്ടി പറയണത്. അച്ഛൻ പഠിപ്പിക്കൊന്നും വേണ്ട, അല്ലേ? അല്ലെങ്കിൽ സൺഡേ സ്കൂളുകാർ പഠിപ്പിക്കൊന്നും വേണ്ട, അല്ലേ? 2 കൽപ്പലക, അകവും പുറവും എഴുത്ത്. ചോദ്യം ഇതാണ്, പേജ് എത്ര? അല്ലേ? 4 പേജ്, അല്ലേ? 4 പേജ്. 4 പേജ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ ഒരു രസകരമാണെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഇത് എവിടെയാണ് കാണുന്നത്, രേഖപ്പെടുത്തിയത്, പറഞ്ഞേക്കുന്നത്? ഏത് പുസ്തകത്തിലാണ്? പുറപ്പാട് പുസ്തകം. കുഞ്ഞുങ്ങളെ, ഒരാൾ കണ്ണു തിരുമ്മിയിരിക്കുന്നു, ഒരാൾ ചെവി തിരുമ്മുന്നു. ഉറക്കം വരുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കണേ, ചോദ്യം ചോദിക്കരുത്. ഓക്കെ, പുറപ്പാട് പുസ്തകത്തിലാണ് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം എത്രാം അധ്യായം? പറഞ്ഞു നോക്കണ്ട, നോക്കാൻ സമയമില്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എവിടെയാ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ. പിന്നെ ഇപ്പം വായിച്ചത് ഏത് പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്? ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ആദ്യം പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം തൊട്ട് 35-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇടവേള ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ സംഗതികളും അതിൻ്റെ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന മുഴുവനും ഈ 10 കൽപ്പനയെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പിതാവായ ദൈവം മോശയോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഓർത്തിരുന്നോണം. 20-ാം അധ്യായം തൊട്ട് 35-ാം അധ്യായം വരെ ചെറിയൊരു ഇടവേള ഒഴിവാക്കിയാൽ ബാക്കിയുള്ള അവിടെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സംഗതികളും ന്യായപ്രമാണത്തെക്കുറിച്ച് ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ അവൻ എങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കണം, എങ്ങനെ ഒരു വീട്ടിൽ പെരുമാറണം,
എങ്ങനെ ഒരു രാജ്യം ഭരിക്കണം, എങ്ങനെ അവൻ്റെ സുഹൃത്തുക്കളോട് അവർ പെരുമാറണം, എങ്ങനെ അവൻ്റെ ശത്രുക്കളോട് പെരുമാറണം, എങ്ങനെയാണ് അവൻ്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെ ഇരിക്കണം, ഒരു പാവപ്പെട്ടവനോട് എങ്ങനെ സംസാരിക്കണം, പട്ടിണിക്കാരനോട് അവൻ എങ്ങനെയാണ് ഇടപാടുകൾ, ഒരു പ്രവാസിയോട് അവൻ എങ്ങനെ പെരുമാറണം, ഒരു ദരിദ്രനോട് അവൻ എങ്ങനെ പെരുമാറണം, സമ്പത്തുള്ള നീ സമ്പത്തില്ലാത്തവനെ എങ്ങനെയാണ് കാണേണ്ടത് തുടങ്ങിയുള്ള A to Z കാര്യങ്ങൾ ഈ പേജുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം മോശയോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് ഏറ്റവും വലിയ പ്രമാണമാണ്. ഇസ്രായേൽ മക്കൾ അവർ കൽപ്പനകളും ഇതുപോലുള്ള പ്രമാണങ്ങളും എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ച് എന്ത് ചെയ്യും, അവരെ അത് വ്യാഖ്യാനിച്ചു കൊടുക്കും. അതാണ് അവർ പെരുന്നാളുകളിൽ ചെയ്തുകൊണ്ടിരുന്നത്. പെരുന്നാളുകളിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട സംഗതി തിരുവചനം, ദൈവത്തിൻ്റെ പ്രവചനങ്ങളൊക്കെയും വായിച്ച് ന്യായപ്രമാണമൊക്കെയും വായിച്ച് അത് വ്യാഖ്യാനിച്ചു കൊടുക്കും. നമ്മളെപ്പോലെ അവരുടെ എല്ലാവരുടെയും കയ്യിൽ എന്തില്ല, അവരുടെ വേദപുസ്തകമില്ല. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ വേദപുസ്തകം എല്ലാവരുടെയും കയ്യിലില്ല. അതിന് ചുരുളുകളാക്കി അവരെന്ത് സൂക്ഷിക്കുകയാണ് വെക്കുന്നത്. പെരുന്നാൾ അവസരങ്ങളിൽ, വിശേഷപ്പെട്ട അവസരങ്ങളിൽ, ശബത്ത് നാളുകളിൽ എന്ത് ചെയ്യും, അവർ അതെടുത്ത് വായിച്ച് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കും ആ സമയമനുസരിച്ച്. അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. വിശ്വാസ കൈമാറ്റമായിരുന്നു പെരുന്നാളുകളിൽ ഉള്ള ഏറ്റവും വലിയ ഒരു സംഗതി. വിശ്വാസത്തെക്കുറിച്ച് അവിടെ വന്ന് കൂടുന്ന ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. ഓക്കെ, അത് ഈ ഇത്രയും പേജുകളിൽ ഇത്രയും അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചുരുക്കി 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 എത്രയാക്കി, നമ്മൾ സാധാരണ പറയുന്ന ക്യാപ്സൂൾ പരുവാക്കി എന്ത് ചെയ്താണ് എഴുതിയിരിക്കുകയാണ്. 10 കൽപ്പനയാണ്. ഓക്കെ, അപ്പം അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് പറഞ്ഞത്. ഈ കൽപ്പനകൾ എന്തിനുള്ളതാണ്? പ്രമാണിക്കാനാണ്. കൽപ്പനകൾ എന്തിനുള്ളതാണ്? പ്രമാണിക്കാനുള്ളതാണ്. ഓക്കെ, 10 കൽപ്പന അറിയാവുന്നവർ കൈപൊക്കിക്കേ. സ്ഥിരീകരിക്കപ്പെടാനുള്ള കുഞ്ഞുങ്ങൾ 10 കൽപ്പനയും അറിയാവുന്നവർ. ക്രമമൊന്നും വേണമെന്നില്ല, എങ്ങനെയാണെങ്കിലും 10 എണ്ണത്തൊക്കെയാണ്. ഒന്നിടെ കൈപൊക്കിക്ക് കണ്ടില്ല. ഓക്കെ, 1 2 3 4 5 6 7. അയ്യോ, പകുതിക്ക് പതിയില്ലല്ലോ. ഓക്കെ, 9 എണ്ണം അറിയാവുന്നവർ കൈപൊക്കിക്ക്. 9 8 പോട്ടെ. 5 എണ്ണം അറിയാവുന്നവർ ഉപയോഗിക്കുക. 5 കൽപ്പനകൾ അറിയാവുന്നവർ. ഏത് ക്രമം വേണ്ട, ഏതെങ്കിലും എങ്ങനെയെങ്കിലും 5 കൽപ്പനകൾ അറിയാവുന്നവർ. 4 എണ്ണം അറിയാവുന്നവര് ചോദ്യം കേട്ടോ. റോട്ടിൽ പോകുന്നത് പോലെ കേൾക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഇവിടെ ഇത് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. 3 എണ്ണം അറിയാവുന്നവര്, അറിയാഞ്ഞിട്ട് അറിയുന്നതെന്ന് പറയരുത്. ദേവാലയത്തിലുള്ളവരിക്കും നുണയെന്ന് ചെയ്ത് പറയരുത്. 3 കൽപ്പനകൾ അറിയാവുന്നവർ കേൾപ്പിക്കേ. എനിക്ക് 3 എണ്ണം അറിയാം, 7 എണ്ണം അറിയത്തില്ല. ഓക്കെ, 2 എണ്ണം അറിയാവുന്നവര്. ഓക്കെ, അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. 1 കൽപ്പന അറിയത്തില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? കൈ പൊക്കണം. 10. സ്ത്രീകളുടെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, പഠിച്ചുകൊണ്ട് വരേണ്ടതാണ്. 1 കൽപ്പന എനിക്ക് അറിയത്തില്ല എന്നുള്ളൊരു കൈവയ്ക്കുകയും പേടിക്കുന്നു വേണ്ട ധൈര്യമായിട്ട് ഞാൻ കൈവെക്കാം. ഇവരൊക്കെ ഈ പള്ളിയിലുള്ളവരാണോ വെച്ചാൽ? എല്ലാവരും ഈ പള്ളിയിലുള്ളവരാ. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം. മാതാപിതാക്കന്മാർ, ഈ കുട്ടികളുടെ മാതാപിതാക്കന്മാർ ഇന്ന് വന്നിട്ടുള്ളവരെന്ന് കൈവെക്കാം. മാതാപിതാക്കന്മാർ, കുട്ടികളുടെ മാതാപിതാക്കന്മാർ 3 4 5. ഏതാതിൻ്റെ ജ്ഞാനമാതാപിതാക്കന്മാരെന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ ഉണ്ടോ വെച്ചാൽ? ജ്ഞാനമാതാപിതാക്കന്മാരെന്നുണ്ടോ? ജ്ഞാനമാതാപിതാക്കന്മാരെന്നുള്ള കാര്യമുണ്ടോ ഇവിടെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഈ സ്ഥിരീകരണത്തിൻ്റെ ഒരു നമ്മുടെ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രമമാണെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്രമമാണെങ്കിലും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് അല്ലേ? സ്നാനം വെച്ചിട്ട് കഴിയുമ്പോൾ ഇതിന് സ്നാനം നടത്തുന്നുണ്ട്, അതിലോ നിങ്ങൾക്കറിയാം. അപ്പം അച്ഛൻ ഇടയ്ക്ക് ഞാനൊരു ഭാഗം വായിക്കണം എന്ന് പറഞ്ഞ് വായിപ്പിച്ചായിരുന്നു അല്ലേ? ആ വായിപ്പിച്ചപ്പോൾ പറഞ്ഞ സംഗതി, ഈ സ്നാന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രായമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്രതിജ്ഞകൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞകൾ ഇന്ന് സ്വയമായിട്ട് എന്ത് ചെയ്യാണ്, ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. നിങ്ങളെ സ്നാനപ്പെടുത്തിയ സമയത്ത് നിങ്ങൾ തിരികെ പോയപ്പോൾ, നിങ്ങളെ തിരികെ കൊണ്ടുപോയപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരോടും അതുപോലെ അന്ന് സാക്ഷികളായി നിന്ന ആൾക്കാരോടും ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യം, ഈ കൊച്ചിനെ എന്ത് ചെയ്യണം, കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം, 10 കൽപ്പന പഠിപ്പിക്കണം, വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം, പിന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അറിഞ്ഞു വിശ്വസിക്കേണ്ടുന്ന സകല സംഗതികളും പഠിപ്പിക്കണം. അതിനുശേഷം സ്ഥിരീകരിപ്പാനായിട്ട് എന്ത് ചെയ്യണം, സഭയിൽ തിരികെ കൊണ്ടുവരണം. നമ്മുടെ രീതി അനുസരിച്ച് ഒന്നെങ്കിൽ അച്ഛന്മാരോ അല്ലെങ്കിൽ ബിഷപ്പുമാരോ എന്ത് ചെയ്യാം,
അവരെ സ്ഥിരീകരണ ശുശ്രൂഷ നിർവഹിക്കണം. ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് അവർ വരേണ്ടത് എന്നാണ് അതിൻ്റെ ക്രമം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? സ്ഥിരീകരണത്തിനാണ് വരണം. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൺഫേം എന്നാണ്, കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വാക്കിൻ്റെ അർത്ഥം എന്താ? ഉറപ്പിക്കുക, കൺഫേം ചെയ്യുക, ഉറപ്പിക്കുക, സ്ഥിരീകരിക്കുക, സ്ഥിരപ്പെടുത്തുക, ഉറപ്പിക്കുക, അല്ലേ? ദൃഢപ്പെടുത്തുക, ദൃഢപ്പെടുത്തുക എന്ന് പറയും, അല്ലേ? തമിഴിലാണ് ദൃഢപ്പെടുത്തുന്നത്. എന്താ ദൃഢപ്പെടുത്തുന്നത്? എന്താ ഉറപ്പിക്കുന്നത്? ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങളോടൊന്ന് ചോദിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊന്ന് കൈവയ്ക്കേ കുട്ടികൾ. അതിനും ആരുമില്ലായിരിക്കും. എന്നെ നിങ്ങൾ ചുറ്റിക്കല്ലേ. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൈവക്കാം. സ്ഥിരീകരണപ്പെടുവാനുള്ള കുട്ടികളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ചോദ്യം കേട്ടോ? നിങ്ങൾ സ്ഥിരീകരണമുള്ളവരാണോ? ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ടുപേര് ആണ്. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? സോറി, സ്ഥിരീകരിക്കപ്പെടുവാനുള്ള ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. ഇന്ന് സ്ഥിരീകരിക്കപ്പെടുവാനുള്ളവരാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഇന്ന് സ്ഥിരീകരിക്കപ്പെടുവാനുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെടുവാനുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാ ചോദ്യം. ഉണ്ടോ? കൈവെക്കാം. ഓക്കെ, ഏതാണ്? വേദവസ്തുത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ദൈവം ഉണ്ടെന്ന് ആരും കൂടെ വിശ്വസിക്കുന്നു. ആർക്ക് വേണേലും പറയാം ഉത്തരം. ദൈവമുണ്ടെന്ന് ആരും കൂടെ വിശ്വസിക്കുന്നു. കേട്ടില്ല? അയ്യോ, ദൈവമുണ്ടെന്ന് നിങ്ങൾ മാത്രമല്ല വിശ്വസിക്കുന്നത്, പിന്നെ സാത്താനും കൂടെ വിശ്വസിക്കുന്നു. ദൈവമുണ്ടെന്ന് സാത്താൻ വിശ്വസിക്കുന്നു. ദൈവം എന്ന പേര് കേൾക്കുമ്പോൾ അവൻ ചെയ്യുന്നു, അവൻ വിശ്വസിക്കുക മാത്രമല്ല, അവൻ ഇങ്ങനെ പറയും. ദൈവത്തിൻ്റെ നാമം കേൾക്കുമ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നു? അവൻ ഉണ്ടെന്ന് വിശ്വസിക്കുക, സാത്താൻ ഉണ്ടെന്ന് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. അല്ലാതെ മാത്രമല്ല, അവനിന്ന് ഇങ്ങനെ വിറയ്ക്കും ദൈവം എന്നുള്ള പേര് കേൾക്കുമ്പോൾ, അല്ലേ? നമുക്ക് അത് മാത്രമില്ല, അല്ലേ? ദൈവോടൊന്ന് വിശ്വസിക്കുന്നുണ്ട്, വിറയൊന്നുമില്ല. വലിയ തുള്ളപ്പനി വന്നാലേ എന്ത് ചെയ്തുള്ളൂ? നമ്മൾ വിറയ്ക്കത്തുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാളും വിശ്വാസം ആർക്കാ? സമ്മതിക്കേണ്ടി വരും, അല്ലേ? അയ്യോ, ഭയങ്കര കുഴപ്പമാണ്. സാത്താനേക്കാളും കുറച്ചുകൂടെ വിശ്വാസം നമുക്ക് വേണ്ടതാണ്. കാരണം എന്താ? സാത്താന് മേൽ ജയം നേടിയവനാണ് നമ്മുടെ കർത്താവ്. മറന്നു പോകരുത്, അല്ലേ? മരണത്തിന്മേൽ വിജയം വരിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനോടെ കഴിഞ്ഞ് ഇറങ്ങിയോ, അല്ലേ? നോമ്പ് കഴിഞ്ഞ് ഇറങ്ങിയോ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതാനും കാര്യങ്ങൾ മനസ്സിലായി കാണും. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്കൊരു അറിവുണ്ടായിരിക്കണം, അല്ലേ? നമുക്കറിവുണ്ടായിരിക്കണം. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? ആരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്താണ്? അതൊക്കെ ആ ദൈവത്തിൻ്റെ ഭക്തന്മാരും ഭക്തകളും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ പറയുന്നത് കേൾക്കുന്നതാണ്, ചില ആരാധനാ സ്ഥലങ്ങളിൽ ഉടുപ്പിട്ടുകൊണ്ട് പോകത്തില്ല, അല്ലേ? കുറച്ച് നാൾ മുമ്പ് അതൊക്കെ കുറേ വാർത്തയാണ്. ഉടുപ്പിട്ടുകൊണ്ട് എന്ത് ചെയ്തില്ല? ചില ആരാധനാ സ്ഥലങ്ങളിൽ പോകത്തില്ല. അതെന്താ? ഉടുപ്പിട്ടുകൊണ്ട് പോകുന്ന ആ ആരാധന സ്ഥലത്തെ ദൈവത്തിന് അല്ലെ ദേവന് അല്ലെ ദേവിക്ക് എന്തല്ല? ഇഷ്ടമല്ല. ദൈവപ്രസാദം കിട്ടത്തില്ല. ഉടുപ്പിട്ടുകൊണ്ട് പോയാൽ ദൈവപ്രസാദം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ ആ ആരാധനാലയത്തിൻ്റെ വാതൊക്കെ വരെ ചെന്നിട്ട് ഉടുപ്പൂരി കൈ തണ്ടയിട്ട് എന്ത് പോകും? ആരാധന കഴിഞ്ഞ് തിരികെ. നമ്മുടെ തന്നെ പള്ളിയിൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൊല്ലംകൊട്ടാരക്കര മഹാടത്തിൻ്റെ ചില പള്ളികളിൽ ചില വിശേഷ ദിവസങ്ങളിൽ ചില നേർച്ചയുണ്ട്. ഒരു പള്ളിയിലെ നേർച്ച എനിക്ക് തോന്നുന്നു പഴമാണെന്ന് എനിക്ക് തോന്നുന്നു. പഴം ഇല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. പിന്നെ അന്ന് എല്ലാവരും എന്ത് ചെയ്യും? പഴം കൊണ്ട്
നമ്മുടെ ആൾക്കാർ കൊണ്ടുവരും, പുറമെയുള്ള ആൾക്കാർ പഴം കൊണ്ടുവരും. ചില പള്ളിയിൽ ചക്കപ്പുഴുക്കാണ് എന്ത് അവിടുത്തെ വിശേഷപ്പെട്ട അർപ്പണം. അന്ന് എന്ത് കൊണ്ടുപോകണം? ചക്കപ്പുഴുക്കും കൊണ്ടുപോകണം. അന്ന് കപ്പപ്പുഴുക്ക് കൊണ്ടുപോയാൽ പറ്റത്തില്ല, ചക്കപ്പുഴുക്ക് തന്നെ കൊണ്ടുപോകണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വല്ല അറിയാമോ? അറിയാത്തൊരു ദീപിക്ക് അതും അറിയത്തില്ല. കർത്താവേ, ഇവിടെ ഒരാൾക്കറിയാം. ചില സ്ഥലത്ത് പോകുമ്പം കിഴിക്കെട്ട് വേണം അല്ലേ? ഇരുമടിക്കെട്ട് എന്ന് പറയും. ഇരുമടിക്കെട്ടുമായിട്ട് പോയാലേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടുത്തെ ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ. ഇരുമുടിക്കെട്ടില്ലാതെ എന്ത് ചെയ്തില്ല, അവിടെ പോകത്തില്ല. അത് അവിടെ പോകുന്ന ആൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം അല്ലേ? ചില ആരാധനാലയങ്ങളിൽ ഈറനണിഞ്ഞേ പോകത്തുള്ളൂ. വെളുക്കുമ്പം 4 മണിക്ക് ശേഷം എന്ത് ചെയ്യുക? വെള്ളത്തിൽ മുങ്ങുക, നേരെ ഇങ്ങോട്ട് പോവുക, തൊഴാൻ പോവുക, അല്ലെങ്കിൽ ആരാധിക്കണം. അങ്ങനെ പോയാൽ അവിടുത്തെ ദൈവത്തിന് ഇഷ്ടപ്പെടും. അത് ആർക്കറിയാം? അവിടുത്തെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതാണെന്ന് ആ തൊഴാൻ പോകുന്ന, ആരാധിക്കാൻ പോകുന്ന ആൾക്കറിയാം. മനസ്സിലായോ? എൻ്റെ ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ നമ്മളിവിടെ, നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാ നിങ്ങൾക്ക് പോലും അറിയാമോ? എന്തായിരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം? എന്താണ്? ഏതാണേലും പറയാം, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ മതി. ആർക്ക് വേണേലും പറയാം, കുട്ടികൾ, സ്ത്രീനൊക്കെ മാത്രമല്ല, എല്ലാവർക്കും പറയാം. നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? കേൾക്കത്തില്ല, നിങ്ങൾ പറയുന്നത് കേൾക്കത്തില്ല. ശരിക്കും ഈ ഫാനൊക്കെ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് അടിയിലേക്ക് കൊടുക്കുക. എങ്ങനെയാണെങ്കിലും നമ്മൾ എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് ആരാധന? ആ കാര്യം നമ്മൾ അതിനകത്തുനിന്ന് വിട്ടുകൊടുക്കരുത്. 205 വർഷം ആയി. അറിയാമോ അറിയത്തില്ല, അത് രണ്ടാമത്തെ കാര്യം അല്ലേ? പിന്നെ അടുത്ത ചോദ്യം, ഉത്തരം പിന്നെ പറയാം. ഈ ഇവിടുത്തെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്നാന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്? എന്തിനു വേണ്ടിയാണ് വരുന്നത്? ആരാധിക്കുന്നതിനാ? ദൈവത്തിന് പ്രസാദം വരണം അല്ലേ? ദൈവത്തിന് പ്രസാദിക്കുന്നതിനാ? നമ്മളോട് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം തോന്നുന്നു അല്ലേ? ദൈവ അനുഗ്രഹം നമ്മുടെ മേൽ വരണം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണേ എന്ത് ചെയ്യണം? ചില കാർന്നവന്മാർ, അപ്പച്ചന്മാരും അമ്മച്ചന്മാരും വല്യപ്പച്ചന്മാരും വല്യപ്പച്ചന്മാർക്കും അവർക്ക് നെയ്യപ്പം കൊണ്ടേ കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ്. അവർക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ ഉണക്കക്കപ്പപ്പോടെ കൊണ്ടേ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഉണക്കക്കപ്പേ, കപ്പ ഉണങ്ങിയത് വേറെ കൊണ്ടേ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്കറിയത്തില്ല, അവരുടെ പ്രായം അറിയത്തില്ല, അവരുടെ ഇഷ്ടങ്ങൾ അറിയത്തില്ല. എന്തും കൊണ്ടേ കൊടുത്താൽ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ആ വല്യപ്പനോ വല്യമ്മയോ അല്ലേ? ഒന്നുണ്ട്, അവരുടെ ഇഷ്ടം എന്താണെന്ന് നോക്കണം. പ്രത്യേകിച്ച് പെൺമക്കളെ കെട്ടിച്ച് വിട്ടു കഴിയുമ്പോൾ അവർ കുറേ നാളൊക്കെ കഴിയുമ്പോൾ തിരികെ വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മാതാപിതാക്കന്മാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചുറ്റും പുറക്കേക്കാണ് അവർ വരുന്നത്. പണ്ടത്തെ രീതി, ഇപ്പം എല്ലാം കടയിൽ കെട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. പെൺമക്കൾ വീട്ടിൽ വരുന്നുണ്ട്, കാരണന്മാർക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മകൾക്കറിയാം, അത് അവിടെ കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷയാണ്. വരുമ്പോഴേ എന്ത് ചെയ്യുന്നു? വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു അല്ലേ? കൊടുത്ത സാധനങ്ങളെ കൊടുക്കുന്നു. പോകുമ്പോൾ എന്ത് ചെയ്യും? പോകുമ്പോൾ ചിലപ്പോൾ ഒരു കൈമടക്കൊക്കെ മകൾക്ക് എന്ത് ചെയ്യും? കൊടുത്തും വിടും. അവരുടെ സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇഷ്ടങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തീയ ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തായിരിക്കും ഇഷ്ടം? എന്തെങ്കിലും ഒന്ന് പറയാം. ഓക്കെ, ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച് ആടി തൂങ്ങി തല നേരാൻ നിൽക്കാൻ മേലെ കാലും നേരാൻ നിൽക്കാതെ ഒരാൾ വന്നാൽ അത് ദൈവത്തിന് ഇഷ്ടമായിരിക്കുമോ? അപ്പോൾ നിങ്ങൾക്കറിയാം, ലഹരി പിടിച്ച ഒരാൾക്ക് എന്ത് ചെയ്തില്ല ഇവിടെ വരുന്നത് ആർക്കിഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. അത് നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം? സമയം കളയുന്നില്ല, സമയം പോകും. ഇപ്പം തന്നെ 5 മിനിറ്റ് ഇതിനു വേണ്ടി പോയി. ഓക്കെ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ
ശുദ്ധീകരണം തന്നെ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. വിശുദ്ധി കൂടാതെ ഒരു മനുഷ്യന് എന്ത് ചെയ്തില്ല? ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. ഇസ്രായേൽ മക്കളുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാൽ എന്തു ചെയ്യും? അവൻ വിശുദ്ധീകരിക്കപ്പെടാതെ ഇരിക്കുന്നുവെങ്കിൽ ആ നിമിഷം അവൻ എന്ത് ചെയ്യും? അവന് അപകടം വരും എന്ന് അവർ വിശ്വസിച്ചിരുന്നു, അല്ലേ? മിരിയാമിൻ്റെ നെറ്റിമേൽ മിരിയാമിൻ്റെ ദേഹം എന്തായി തീർന്നു? മോശയോട് ഗുരുകുലത്തിൻ്റെ ഫലമായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ വന്നപ്പോൾ എന്തുണ്ടായി? ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നത് കൊണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ഭക്തനായ മോശയോട് സംസാരിച്ചതുകൊണ്ട് മിരിയാം ആരായി തീർന്നു? കുഷ്ഠരോഗിണിയായി മാറി. എന്തെല്ലാം ഉദാഹരണമാണ്! ദൈവത്തിന് ഇഷ്ടമില്ലാതെ, ഇഷ്ടം അറിയാതെ എന്ത് ചെയ്യരുത്? പോകാനായിട്ട് മാറ്റും. ഒരു രാജാവ് ദൈവത്തിൻ്റെ യാഗം കഴിപ്പാനായിട്ട് യാഗപീഠത്തിന്മേൽ എന്ത് ചെയ്യൂ? യാഗപീഠത്തിലേക്ക് ചെയ്യുന്നു ധൂപക്കുറ്റിയുമായിട്ട്. പ്രവാചകൻ പറഞ്ഞു, അവനെ ചെയ്യരുത്, തെറ്റാണ്. അവനത് ലംഘിച്ച് അത് കത്തിപ്പാനായിട്ട് ഓങ്ങി. കൈ അങ്ങനെ തന്നെ നിന്നുപോയി. അത് ചെയ്യാൻ അവകാശം അവനില്ല. പുരോഹിതന്മാരാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ ഞാൻ പറഞ്ഞത്? ഇപ്പോൾ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അപ്പം നമ്മളെങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുക? ഇപ്പം കുഞ്ഞുങ്ങളോട് ചില ചോദ്യങ്ങൾ പിന്നെ ചോദിക്കുന്നുണ്ട്, അല്ലേ? പാപത്തിൽ നിന്നുള്ള വിടുതലാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. പാപം നീക്കിയാൽ നമ്മൾ ആരായി തീർന്നു? ശുദ്ധിയുള്ളവരായി തീർന്നു, അല്ലേ? അപ്പോൾ ഈ പാപത്തെ നമ്മളെ ശുദ്ധീകരിക്കുന്ന ആരാ? ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിക്കാതെ വിടത്തില്ല. അപ്പോൾ ആ ശിക്ഷ നമ്മളെ രക്ഷിക്കാൻ, അല്ല, നമ്മളെ സ്നേഹിച്ച സ്നേഹനിമിത്തം ദൈവം തൻ്റെ പുത്രനിൽ ആ ശിക്ഷ നിറവേറ്റി. അതിനാണ് പറയുന്നത്, യേശുവിനെ എന്ത് ചെയ്തു? കാൽവറിയിൽ യാഗമായി നമുക്ക് വേണ്ടി തന്നു. നമ്മുടെ പാപം യേശു വഹിച്ചു, നമ്മുടെ ശിക്ഷ യേശു വഹിച്ചു. അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുമ്പോൾ, യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ യേശു എൻ്റെ രക്ഷകനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കുറച്ച് പിള്ളേരോട് അത് ചോദിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരുണ്ടോ എന്ന് ഞാൻ പരസ്യമാണ് ചോദിക്കുന്നില്ല. അത് നമ്മുടെ ആവശ്യമാണ് ചെയ്യേണ്ടതാണ്. യേശു എൻ്റെ രക്ഷകൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഓക്കെ, കൽപ്പനകൾ എന്ത് ചെയ്യാം? പ്രമാണിക്കുക. വിശ്വാസ പ്രമാണം എത്രയുണ്ട് മക്കളെ? വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണം എത്രയുണ്ട്? എത്രയുണ്ട്? 1, 2, 3. ഓക്കെ, മൊത്തം 3 വിശ്വാസ പ്രമാണം. 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ടും പഠിക്കുക. 1 അപ്പോസ്തലിക വിശ്വാസ പ്രമാണം, 2 നിക്കായ വിശ്വാസ പ്രമാണം, 3 അത്താനോസിന്റെ വിശ്വാസ പ്രമാണം. അത്താനോസിന്റെ വിശ്വാസ പ്രമാണം വളരെ ദീർഘമായ വിശ്വാസ പ്രമാണം. നമ്മൾ സാധാരണ തൃത്വ ഞായറാഴ്ചകളിൽ എന്ത് ചെയ്യാറുണ്ട്? ചില പള്ളികളിൽ അത് ചൊല്ലാറുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ 2 വിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്നു. 1 അപ്പോസ്തലിക വിശ്വാസ പ്രമാണം, മറ്റൊന്ന് നിക്കായ വിശ്വാസ പ്രമാണം. ഓക്കെ, നമ്മൾ ഏത് പള്ളിക്കാരാ? സ്ഥിരീകരണാർത്ഥികളെ നമ്മുടെ പള്ളി ഏതാ? സെൻറ്റ് പോൾസ് എന്നാ ചോദിച്ചു. ഏത് സഭക്കാരാ നമ്മൾ? CC എന്ന് പറയാൻ പറ്റത്തില്ല, മുഴുവൻ പറഞ്ഞേ. CSI എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, അല്ലേ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിലെ അംഗങ്ങളാണ് നമ്മൾ. എന്നാ നമ്മുടെ സഭ രൂപീകൃതമായത്? ഇപ്പൊ 205 വർഷം മുമ്പാന്ന് പറയരുത്, അത് ഈ സഭയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് CSI സഭ എന്നാണ് രൂപീകൃതമായത്. 1957. ഒരാൾ പറയുന്നു 1957 എന്നാണ് പറയുന്നത്. 47. ഓക്കെ, 47 എന്നാണ് പറഞ്ഞത്. ഓക്കെ, 57 എന്നാണെന്ന് പറഞ്ഞാലും 47 ശരി. 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഐക്യസഭ രൂപീകൃതമായത്. ഓക്കെ, ഏതെല്ലാം സംസ്ഥാനങ്ങളിലുണ്ട് ഈ സഭ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ്, അല്ലേ? അപ്പം മുഴുവൻ ഇന്ത്യ ഇല്ല, ചർച്ച് ഓഫ് ഓൾ ഇന്ത്യ അല്ല, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, അല്ലേ? സൗത്ത് ഇന്ത്യയിലുണ്ട്. ഏതെല്ലാം സ്റ്റേറ്റിലുണ്ട്? കുഞ്ഞുങ്ങൾ പറഞ്ഞേ, കുട്ടികൾ അതെ, ഏതെല്ലാം സംസ്ഥാനത്തുണ്ട് സഭ? CSI സഭ ഉറക്കെ പറഞ്ഞു.
കേരളത്തിൽ ഏതായാലും ഉണ്ട്, നമ്മളിപ്പോൾ ഇവിടെയാണല്ലോ. അതുകൊണ്ട് കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടക, സിനോളിലെ ശ്രീലങ്കയിലെ ജാഫന, അത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ CSI സഭ ഉണ്ട്. അതുകൂടാതെ സഭകൾ മറ്റ് എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഗൾഫ് രാജ്യങ്ങളിലും എന്തുണ്ട്, നമ്മുടെ സഭ ഉണ്ട്, CSI സഭകളുണ്ട്. പക്ഷേ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സഭയാണ്. അത് ഈ ദക്ഷിണേന്ത്യ സഭയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഉണ്ട്. ഇതൊരു ഐക്യസഭയാണ്. ഐക്യസഭ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നായി തീർന്ന സഭയാണ്. ഒന്നായി തീർന്ന സഭയാണ്. ഒറ്റ സഭയല്ല, ഒന്നായി തീർന്ന സഭയാണ്. മറ്റ് സഭകൾ നമുക്കറിയാം. കാത്തലിക് സഭയുണ്ട്, റോമൻ കാത്തലിക് ഉണ്ട്, സിറിയൻ ഓർത്തഡോക്സ് ഉണ്ട്, മർത്തമ സിറിയൻ ചർച്ചുണ്ട്, കനാനായ സഭയുണ്ട്, കൽദായ സഭയുണ്ട്, അല്ലേ? പെന്തക്കോസ്തൽ സഭകളുണ്ട്, എല്ലാ സഭകളുണ്ട്. അതെല്ലാം എന്ത് സഭകളാണ്? അതൊക്കെ ഒറ്റ സഭകളാണ്, അല്ലേ? സിറിയൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ സിറിയൻ ഓർത്തഡോക്സ് ആൾക്കാരാണ് അതിനകത്തുള്ളത്. സിറിയൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ സിറിയൻ കാത്തലിക്കപ്പെട്ട ആൾക്കാരാണ് അതിനകത്തുള്ളത്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സുകാരാണ് അതിനകത്തുള്ളത്. അതെല്ലാം ഒറ്റ സഭകളാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്. 1947 ഒന്നായി തീർന്നതാണ്. അപ്പോൾ അതാണ് മറ്റ് സഭകളും നമ്മൾ CSI സഭയുള്ള വ്യത്യാസം. മറ്റെല്ലാ സഭകളും ഒറ്റ സഭകളാണ്. നമ്മുടെ സഭയോ ഒന്നായി തീർന്ന സഭയാണ്. ഒന്നായി തീർന്നത് ആരെല്ലാം കൂടി ഒന്നായത്? വ്യത്യസ്തമായ 4 പാരമ്പര്യങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കോൺഗ്രിഗേഷണൽ പാരമ്പര്യമാണ്, മറ്റൊന്ന് പ്രസ്ബിറ്റേറിയൻ പാരമ്പര്യമാണ്, മറ്റൊന്ന് എപ്പിസ്കോപ്പൽ പാരമ്പര്യമാണ്, മറ്റൊന്ന് മെത്തഡിസ്റ്റ് പാരമ്പര്യമാണ്. അങ്ങനെ വ്യത്യസ്തമായ 4 പാരമ്പര്യങ്ങൾ CSI സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ അല്പസ്വല്പമായ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആരാധനാ രീതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പൊതുവായിട്ട് നമ്മളെല്ലാവരും CSI സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഈ സഭയിൽ എന്തെല്ലാം ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്? മലയാളം സംസാരിക്കുന്ന ഏതായാലും ഉണ്ട്, അല്ലേ? മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, അല്ലേ? അത്രയും ഭാഷകൾ ഇവിടെ ഉണ്ട്. കാരണം സൗത്ത് ഇന്ത്യയിലാണല്ലോ, അത്രയും ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ. പിന്നെ ഏതെല്ലാം വിഭാഗക്കാരാണ് അതിനകത്തുള്ളത് ഈ പള്ളിയിൽ, CSI പള്ളിയിൽ? എത്ര വിഭാഗക്കാർ കാണും? ഭാഷ 4 ഭാഷ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത്രയും സംസ്ഥാനങ്ങളിലുണ്ട്. പിന്നെ ഏതെല്ലാം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ കാണും? എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരുണ്ട്. 52-ൽ ക്രിസ്ത്യാനികളായ ആൾക്കാരും ഇന്നലെ ക്രിസ്ത്യാനികളായ ആൾക്കാരും ഇന്നിപ്പോൾ ക്രിസ്ത്യാനികളാകാൻ പോകുന്നവരും സാധാരണപ്പെടാൻ പോകുന്നവരും എവിടുത്തെ അംഗങ്ങളാണ്? നമ്മുടെ സഭയിലെ അംഗങ്ങളാണ്. അവരെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ സഭ, അല്ല? വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ ആചാരങ്ങൾ, വ്യത്യസ്തമായ സാമ്പത്തിക നിലവാരങ്ങൾ, വ്യത്യസ്തമായ പഠിപ്പുകൾ, രീതികൾ, കൾച്ചറുകൾ എല്ലാമുള്ള ആൾക്കാരാണ്. കടൽ തീരം തൊട്ട് മലയുടെ മുകളിൽ വരെയുള്ള ആൾക്കാർ, ഇടനാട്ടിലും തീരപ്രദേശങ്ങളിലും എല്ലാം ഉള്ള ആൾക്കാർ ഏത് സഭയിലുണ്ട്? നമ്മുടെ സഭയിലുണ്ട്, CSI സഭയിൽ ഉണ്ട്. അതുകൊണ്ട് CSI സഭ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതും വിശേഷപ്പെട്ടതുമായൊരു സഭയാണ്. ഞങ്ങളുടെ ഈസ്റ്റ് കേരള മഹാടയിൽ, എൻ്റെ ഈസ്റ്റ് കേരള മഹാടയിൽ, അവിടെ പ്രധാനമായിട്ടും 4 ഭാഷകളുണ്ട് സംസാരിക്കുന്നത്. മലയാളമുണ്ട്, തമിഴുണ്ട്, മന്നാം ഭാഷയുണ്ട്, ബുധവാൻ ഭാഷയുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞങ്ങളൊരു ഹിന്ദിക്കാരനെ കൂടെ എന്ത് ചെയ്യുകയാണ്, അവിടെ ഒരു പള്ളിയിൽ നിയോഗിക്കുകയാണ്. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്നിരുന്നുണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഏതെല്ലാം ഭാഷക്കാരല്ലേ? മറ്റു ഒരു സഭയിൽ അത്രയൊരു വൈവിധ്യം കാണാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. ഇനി കൂടുതൽ സഭാ ഉപദേശങ്ങളെ കുറിച്ച് പറയാൻ സമയമില്ലാത്തതിനാൽ നിർത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച പ്രമാണങ്ങൾ എന്ത് ചെയ്യണം, എന്തെല്ലാം പഠിച്ചു എന്നെനിക്ക് അറിയത്തില്ല, എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറ്റുന്നില്ല. എന്നാലും ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. സക്രമന്ത് എത്രയുണ്ട് മക്കളെ? സക്രമന്ത് എത്രയാ? സ്ഥിരീകരണ കുട്ടികൾ മാത്രം പറഞ്ഞാൽ മതി, സ്ഥിരീകരണക്കാർ മാത്രം പറഞ്ഞാൽ മതി. സക്രമന്ത് എത്രയുണ്ട്? പറഞ്ഞതാ, നിങ്ങളുടെ കുഴപ്പമാണ്. 2 സക്രമന്തുകൾ 2. ഏതെല്ലാം? വിശുദ്ധ ബപ്തിസ്മയും കർത്താവിൻ്റെ അത്താഴവും, ഹോളി കമ്മ്യൂണിയനും, വിശുദ്ധ യൂക്കറിസ്റ്റും. അത് രണ്ടുമാണ് നമ്മുടെ
സക്രമത്തിൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഞാനിങ്ങനെ ചോദിച്ച കാരണം നിങ്ങൾക്കൊരു പക്ഷേ അറിയത്തില്ലാതെ പോയതായിരിക്കാം. നാളെ ഒരിക്കൽ ഇത് പള്ളി കഴിഞ്ഞിട്ട് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും, അയ്യോ നിങ്ങൾ നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ടാണ്, നല്ല സാരിയൊക്കെ എടുത്തിയാണ് ഇറങ്ങിയത്, എന്നായിരുന്നു ഇന്ന വിശേഷം? ഓ, ഇന്ന് ഞങ്ങളുടെ സ്ഥിരീകരണമാണ്. അയ്യോ, സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്നാ? അത് ഉറപ്പിക്കുന്നതന്നെ. എന്നതാ ഉറപ്പിക്കുന്നത്? അതങ്ങ് ഉറപ്പിക്കും, തിരുമേനി വന്ന് ഉറപ്പിക്കും, നിങ്ങളങ്ങ് പോകും. നിങ്ങൾ എന്തിനാണ് CFCC പള്ളി തന്നെ പോകുന്നത്? ഈ സെൻറ്റ് പോൾസ് അല്ല, വേറെ എത്രയോ പള്ളി കിടക്കുന്നു അല്ലേ? നിങ്ങൾ ആ പള്ളിയിൽ പോകാതെ? ശരിയാണല്ലോ. എന്നാൽ പിന്നെ നാളെ തൊട്ട് ആ പള്ളി നമ്മുടെ പള്ളിയെക്കുറിച്ച് എന്തില്ലും നമ്മുടെ സഭയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ 250 അല്ല 205 അല്ല 305 ആയാലും എന്ത് ചെയ്യത്തില്ല, നമ്മൾ വരുന്നു പോകുന്നു എന്നല്ലാതെ ഒന്നും. വിശുദ്ധ വേദോസം എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നിങ്ങൾ വായിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വേദോസം വായിക്കണം. നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും വേദോസം വായിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. വായിക്കുമെന്ന് പറഞ്ഞാണ് നിങ്ങൾ പോകുന്നത്, അതുകൊണ്ട് അത് വായിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പള്ളിയിൽ വരണം. സഭയുടെ അടിസ്ഥാനങ്ങളും പ്രമാണങ്ങളും വേദപുസ്തകത്തിൻ്റെ സനാതന സത്യങ്ങളും നിത്യമായ സത്യങ്ങളും എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അത് CCക്കാർക്ക് അതിൽ നിന്നും ഒഴിവില്ല എന്ന് ഞാൻ സമയത്ത് പറയാം. വേദോസം വായിക്കുക, പ്രാർത്ഥിക്കുക, ഇതനുസരിച്ച് നടക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കർത്തവ്യമാണ്. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അതിൽ നിങ്ങൾ പ്രത്യസ്തരായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനം, ബോധവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.